തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ആശാ സമരത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന പൗരസാഗരം ആരംഭിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാരും സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സമരപന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. ആശമാർക്ക് പിന്തുണ നൽകുകയാണ് അവർ. പൊതുജനങ്ങളുടെ മുൻപിൽ സമരം പൂർണ്ണ വിജയം കൈവരിച്ചെന്ന് സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു പറഞ്ഞു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. അവിടെ നിന്ന് പ്രശാന്ത്, ഇതിനോടകം തന്നെ പല മേഖലയിലുള്ള പ്രമുഖർ അവിടേക്ക് എത്തി ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സമരം 60 ദിവസം ആവുകയാണ്. ആശാ സമരത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന പൗരസാഗരം ആരംഭിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാരും സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സമരപന്തലിലേക്ക് എത്തി ആശമാർക്ക് പിന്തുണ നൽകുകയാണ്. പൊതുജനങ്ങളുടെ മുൻപിൽ സമരം പൂർണ്ണ വിജയം കൈവരിച്ചു എന്ന് ജോസഫ് സി മാത്യു അടക്കമുള്ള പ്രമുഖർ പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. വിവിധ മേഖലയിലെ പ്രമുഖർ ഇന്ന് അവിടേക്ക് എത്തി ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ആശമാർ കുടുംബത്തോടെയാണ് അവിടേക്ക് എത്തി ഇന്ന് ഈ ഒരു പൗരസാഗരം കൂടുതൽ ശക്തമാക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ആശമാർ. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പൗരസാഗരം നടത്തിയിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിൽ നിന്ന് അടക്കമുള്ള പ്രമുഖർ ഇന്ന് അവിടേക്ക് എത്തും. രാഷ്ട്രീയ പ്രമുഖരെത്തും, സാംസ്കാരിക പ്രമുഖരെത്തും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതുവരെ ആരൊക്കെയാണ് അവിടെ എത്തി ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, പ്രതിഷേധ സാഗരം അലയടിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ജോസഫ് സി മാത്യു അടക്കമുള്ളവർ, ഖദീജ മുംതാസ് അടക്കമുള്ള സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരടക്കം ഇവിടേക്ക് പങ്കെടുക്കുകയും ചെയ്തപ്പോൾ ഈ പ്രതിഷേധ സാഗരം അത് പൗരസാഗരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 62 ദിവസമായി സമരമിരിക്കുന്ന ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. കഥാരംഗത്തും അതോടൊപ്പം തന്നെ മറ്റ് സാഹിത്യരംഗങ്ങളിലുമെല്ലാം പ്രവർത്തിക്കുന്ന നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു തുടരുന്ന അനാസ്ഥ, ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന അനാസ്ഥ, ഇതാണ് പ്രതിഷേധ സാഗരത്തിലൂടെ, ഈ പൗരസാഗരത്തിലൂടെ ഇവർ പ്രതിഷേധം അറിയിക്കുന്നത്. സർക്കാർ ഇത്രയും ദിവസം പിന്നിടുമ്പോഴും, അതായത് ഒരു 2 മാസം 60 ദിനരാത്രങ്ങൾ പിന്നിടുമ്പോഴും ഈ സമരത്തോട് കാണിക്കുന്ന നീതികേട്, അനീതി, അതോടൊപ്പം തന്നെ സമരമിരിക്കുന്ന ആശാപ്രവർത്തകരോട് കാണിക്കുന്ന സമീപനം, അധിക്ഷേപം, CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നേതാക്കന്മാർ അടക്കം നടക്കുന്ന ഈ അധിക്ഷേപങ്ങൾ, അതോടൊപ്പം ന്യായമായ ഒരു ആവശ്യം, ആ ആവശ്യത്തിന് വേണ്ടി സമരമിരിക്കുമ്പോൾ ആ സമരമിരിക്കുന്നവരോട് കാണിക്കുന്ന ഇത്തരം പ്രവണതയ്ക്കെതിരെയാണ് ഇപ്പോൾ ഈ തുടർ സമരത്തിനെതിരെയുള്ള ഐക്യദാർഢ്യവുമായി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവർ എത്തിയിരിക്കുന്നത്. പൗരസാഗരം എന്ന പേരിൽ ആശമാർക്ക്